ഇന്ത്യയുടെ പ്രതിരോധ കരുത്തിനെ കുറിച്ച് ലോകത്തിനോട് ചോദിച്ചാൽ അവർക്ക് പറയാൻ ഒരുപാടൊക്കെ ഉണ്ടാകും. ആകാശം പിളർക്കുന്ന ബ്രഹ്മോസ് മിസൈലുകൾ, ശത്രുവിന്റെ പേടി സ്വപ്നമായ HAL തേജസ് ഫൈറ്റർ ജെറ്റുകൾ, കടലിലെ കാവൽപ്പടയായ യുദ്ധക്കപ്പലുകൾ, ഇതെല്ലാമാണ് പലർക്കും നമ്മുടെ രാജ്യത്തിന്റെ ശക്തിയുടെ പര്യായങ്ങൾ. എന്നാൽ ആയുധങ്ങളുടെ ഈ വലിയ ലോകത്തിന് പുറത്ത് ബീഹാറിലെ ഹാജിപൂർ എന്ന കൊച്ചു നഗരത്തിൽ തികച്ചും നിശബ്ദമായി എന്നാൽ അതിശക്തമായി മറ്റൊരു വിപ്ലവം നടക്കുന്നുണ്ട്. ഏറ്റവും വലിയ ആയുധപ്പുരകൾ സ്വന്തമായുള്ള ലോകത്തെ വിറപ്പിക്കുന്ന റഷ്യൻ സൈന്യത്തിന് യുദ്ധഭൂമിയിൽ ഒന്ന് മുന്നോട്ട് നടക്കണമെങ്കിൽ ഇന്ന് ഈ ബീഹാർ ഗ്രാമത്തിന്റെ സഹായം കൂടിയേ തീരും. കേൾക്കുമ്പോൾ ഇതൊരു വലിയ തമാശയായൊക്കെ തോന്നാം, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയെ എന്നും പുച്ഛത്തോടെ മാത്രം നോക്കിക്കാണുന്ന നമ്മൾ മലയാളികൾക്ക്. എന്നാൽ സംഭവം സത്യമാണ്. ഒരു കാലത്ത് രാജ്യത്തിലെ 4 ബീമാറു സംസ്ഥാനങ്ങൾ, അതായത് വയ്യാത്ത സംസ്ഥാനങ്ങൾ എന്നറിയപ്പെട്ടിരുന്നതിൽ ഒന്നായ ബീഹാറിൽ നിന്ന് ഇന്ന് പുറത്തു വരുന്ന വാർത്തയാണ് രാജ്യത്തിന് തന്നെ അമ്പരപ്പിക്കുന്നത്. ബീഹാറിൽ ഹാജിപൂരിൽ പ്രവർത്തിക്കുന്ന കോമ്പിറ്റൻസ് എക്സ്പോർട്ടേഴ്സ് എന്ന ഫാക്ടറിയാണ് ആഗോള സൈനിക വിതരണ ശൃംഖലയിലെ ഈ നിർണായക കേന്ദ്രമായി മാറിയിരിക്കുന്നത്. റഷ്യൻ സൈന്യത്തിന് വേണ്ടിയുള്ള കോമ്പാറ്റ് ബൂട്ടുകൾ അഥവാ യുദ്ധ ബൂട്ടുകൾ ഇന്ന് നിർമ്മിക്കപ്പെടുന്നത് ഇവിടെയാണ്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി കേവലം സാങ്കേതിക വിദ്യകളിലും മിസൈലുകളിലും മാത്രം ഒതുങ്ങുന്നില്ല എന്നും ഒരു സൈനികന് യുദ്ധഭൂമിയിൽ ആവശ്യമുള്ള ഏറ്റവും അടിസ്ഥാനപരമായ സജ്ജീകരണങ്ങളിലേക്ക് വരെ അത് വ്യാപിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. 2018 കോമ്പിറ്റൻസ് എക്സ്പോർട്ടേഴ്സ് അവരുടെ ഹാജിപൂരിലെ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നത്. തുടക്കത്തിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരുന്ന ഈ സംരംഭം അതീവ കൃത്യതയും മികച്ച പ്രവർത്തനക്ഷമതയും ആവശ്യമുള്ള മിലിറ്ററി ഫുഡ്വെയർ നിർമ്മാണത്തിൽ വളരെ വേഗത്തിൽ വൈദഗ്ധ്യം നേടി. 2023 ആയപ്പോഴേക്കും ഈ ഫാക്ടറിയുടെ പ്രവർത്തന വ്യാപ്തി ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്നതായിരുന്നു. ലഭ്യമായ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം 15 ലക്ഷം ജോഡി കോമ്പാറ്റ് ബൂട്ടുകളാണ് ഇവർ കയറ്റുമതി ചെയ്തത്. 100 കോടി രൂപയോളമാണ് ഇതിന്റെ മൂല്യം. ഇത് വെറുമൊരു ബിസിനസ് കണക്കല്ല, മറിച്ച് ഇന്ത്യൻ നിർമ്മാണ ശേഷിയിൽ ലോക രാജ്യങ്ങൾക്കുള്ള വർദ്ധിച്ചു വരുന്ന വിശ്വാസത്തിന്റെ സാക്ഷ്യപത്രം കൂടിയാണ്. ഒരു സാധാരണ ഷൂ നിർമ്മിക്കുന്നത് പോലെ അല്ല ഇത്. -40 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള കൊടും തണുപ്പിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളവയാണ് ഈ ബൂട്ടുകൾ. മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിലും ചെളി നിറഞ്ഞ യുദ്ധഭൂമികളിലും എന്തിനേറെ ഏറ്റവും തീവ്രമായ ഓപ്പറേഷനുകളിൽ പോലും ഒരു സൈനികന് കാവലാകാൻ ഈ ബൂട്ടുകൾക്ക് കഴിയും. ഭാരം കുറഞ്ഞ നിർമ്മാണവും എവിടെയും വഴുതി വീഴാത്ത സ്ലിപ്പ് റെസിസ്റ്റന്റ് സോൾ സാങ്കേതിക വിദ്യയുമാണ് ഇതിനെ റഷ്യൻ സൈനികർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കുന്നത്. ഈ രംഗത്തേക്കുള്ള ഇന്ത്യയുടെ കടന്നുവരവ് ഒരു യാദൃശ്ചിക സംഭവമായിരുന്നില്ല. ഇന്ത്യയുടെ ശക്തമായ തുകൽ വ്യവസായം, നൈപുണ്യമുള്ള തൊഴിലാളികൾ, ആധുനിക നിർമ്മാണ സാങ്കേതിക വിദ്യകൾ, വലിയ തോതിലുള്ള ഉൽപാദന ശേഷി എന്നിവയെല്ലാം ഇതിന് പിന്നിലുണ്ട്. അതിലുപരി സൈനിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല ഇവർ ഷൂസുകൾ നിർമ്മിക്കുന്നത്. ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ, UK തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ആവശ്യമായ ഹൈ എൻഡ് ഡിസൈൻ ഷൂസുകളും ഇവിടെയാണ് നിർമ്മിക്കപ്പെടുന്നത്. ഇന്ത്യയും യൂറോപ്പും തമ്മിൽ ഈ വർഷം നിലവിൽ വന്ന സ്വതന്ത്ര വ്യാപാര കരാർ ബീഹാറിലെ ഈ കമ്പനി നല്ല രീതിയിൽ തന്നെ മുതലാക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഒരേ സമയം പ്രതിരോധ മേഖലയിലെ പരുക്കൻ ആവശ്യങ്ങളും ഫാഷൻ ലോകത്തെ ഡിസൈനുകളും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഇന്ത്യൻ നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ തെളിവാണ് ഈ കമ്പനി. മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന ആശയത്തെ ആഗോള തലത്തിൽ തന്നെ മാറ്റി എഴുതുകയാണ് ബീഹാറിലെ ഹാജിപൂർ. വെറുമൊരു വില കുറഞ്ഞ ബദൽ, ചൈനയെ പോലെ വെറുമൊരു വില കുറഞ്ഞ ബദൽ എന്നതിലുപരി ഏറ്റവും വിശ്വാസയോഗ്യവും ഈട് നിൽക്കുന്നതുമായ ഉൽപ്പന്നങ്ങളുടെ പര്യായമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. വ്യവസായ രംഗത്ത് അത്രയൊന്നും മുൻപന്തിയിലായിരുന്നില്ലാത്ത ബീഹാർ എന്ന സംസ്ഥാനം ഇത്രയും തന്ത്രപ്രധാനമായ ഒരു ആഗോള പ്രതിരോധ വിതരണ ശൃംഖലയുടെ ഭാഗമാകുന്നത് നമ്മൾ മലയാളികൾക്ക് ഒരു വലിയ പാഠമാണ്. സാക്ഷരതയിലും ആതുര സേവനത്തിലും പൗരബോധത്തിലുമൊക്കെ ഊറ്റം കൊള്ളുന്ന കേരളത്തിന് ഇപ്പോഴും പ്രധാന വരുമാന മാർഗം മദ്യവും ലോട്ടറിയുമാണ് എന്ന് പറയുന്നിടത്ത് നമ്മുടെ പൊതുബോധത്തിൽ എന്നോ കയറിപ്പറ്റിയ ഒരു വൈറസ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വൈറസിന്റെ പേരാണ് വ്യവസായ വിരുദ്ധത. കാലാകാലങ്ങളായി വിവിധ ഡോസുകളിലൂടെ നമ്മുടെ മസ്തിഷ്കത്തിൽ ആ വൈറസ് കുത്തിവെച്ചതിൽ ഇവിടുത്തെ ഇടതുപക്ഷ ശക്തികളുടെ പങ്ക് പ്രത്യേകം തന്നെ എടുത്തു പറയേണ്ടതാണ്. ശമ്പളക്കാരനാകാനല്ല, ശമ്പളം കൊടുക്കുന്നവനാകാൻ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമുക്ക് വേണ്ടതെന്ന് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കുകൾ ഓർമ്മ. അല്ലെങ്കിൽ ഇനിയും ഈ കൊച്ചു കേരളത്തിൽ നിന്ന് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും മാത്രമല്ല ഒരുപക്ഷെ ഭാവിയിൽ ബീഹാറിലേക്കും യുവ മലയാളി തലച്ചോറുകൾ ഒഴുകുക തന്നെ ചെയ്യും. അധികാര വികേന്ദ്രീതമായ വ്യവസായങ്ങൾക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുമെന്നാണ് ബീഹാർ ഇപ്പോൾ കാണിച്ചു തരുന്നത്. പുതിയ ലോകക്രമത്തിൽ ആഗോള വിതരണ ശൃംഖലയുടെ പുറമ്പോക്കിലല്ല, മറിച്ച് അതിന്റെ ഏറ്റവും സുപ്രധാനമായ ഹൃദയഭാഗത്ത് തന്നെ ബീഹാർ ഇന്ന് തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകാൻ ഇന്ത്യ അതിവേഗത്തിൽ കുതിക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങൾ കൃത്യമായി അവസരങ്ങൾ വിനിയോഗിച്ച് പുത്തൻ പണക്കാരായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് നോക്കി വെള്ളം ഇറക്കാൻ മാത്രമേ നമ്മൾ മലയാളികൾക്ക് യോഗമുള്ളൂ എന്ന് പറയുന്നതിൽ വലിയ വിഷമമുണ്ട്.